സർ, രാഷ്ട്രപതിയോട് ഈ രീതിയിൽ ഒരു മറുപടി നൽകുക, അതും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ ലജ്ജാകരമാണത്. രാഷ്ട്രപതി പങ്കെടുക്കാനെത്തിയ വേദി മാറ്റി, അതും രാഷ്ട്രപതിയോട് പറയാതെ മുൻകൂട്ടി അറിയിക്കാതെ വേദി മാറ്റി എന്നതോ പോട്ടെ. അതിൽ എന്തിനാണ് തന്നോട് ഇത്ര ദേഷ്യം എന്ന് വളരെ സമാധാനത്തോടെയാണ് രാഷ്ട്രപതി ആ പ്രസംഗ വേദിയിൽ വെച്ച് ചോദിച്ചത്. അതിന് മമതാ ബാനർജി നൽകിയ മറുപടി എന്ന് പറയുന്നത്, രാജ്യം ഇതുവരെ ഒരു രാഷ്ട്രപതിയോട് ഒരു മുഖ്യമന്ത്രിയും പറഞ്ഞു കേൾക്കാത്ത തരത്തിലുള്ള ഒരു ഭാഷയിലാണ്. മമതാ ബാനർജി എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ പുറകെ നടക്കണോ എന്നാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതം എന്താവാനാണ് സാധ്യത? ഒരൊറ്റ ചോദ്യം. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ മെയ് 7-ാം തീയതിയോടുകൂടി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പണി പോയി, തീർന്നു. അവരുടെ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് ഈ മെയ് 7-ാം തീയതി വരെ കാണത്തുള്ളൂ. കാരണം ആ നിയമസഭയുടെ കാലാവധി തീരുന്നത് മെയ് 7-നാണ്. മെയ് 7-ന് ഇപ്പുറം അതിന് മുമ്പായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നടത്തി ഏതെങ്കിലും ഒരു പാർട്ടി, ഒരു പക്ഷേ മമതയുടെ പാർട്ടിയാകാം, അല്ലെങ്കിൽ BJP ആകാം, ആരെങ്കിലും ഒരാൾ അധികാരത്തിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മമതയ്ക്ക് അവരുടെ ഒരു സ്വാധീനം വെച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ ഇനി അവർക്ക് ഭരണമില്ല. അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് ഇനിയും പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട മമതാ ബാനർജി എന്നൊരു നേതാവ് ഇനിയും പശ്ചിമ ബംഗാളിൽ കാണുകയില്ല. അത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രധാനമന്ത്രി പറഞ്ഞ കൃത്യമായ ഉത്തരവാണത് വരുന്നത്. എന്റെ കാരണമെന്ന് പറയാൻ, മെയ് 7 ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിയമസഭയുടെ കാലാവധി അന്ന് തീരുകയാണ്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടക്കണം. പക്ഷെ അതിനുള്ള സാധ്യത അവിടെ കാണുന്നില്ല. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇനി ബംഗാൾ സന്ദർശനമാണ്. ഇനി ബംഗാളിലേക്ക് പോയി അവിടുത്തെ സാഹചര്യം കൂടെ വിലയിരുത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം വരുന്നതെന്നാണ്. ഇപ്പൊ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. ഈ പ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. കേരളവും തമിഴ്നാടും ഏതാണ്ട് സജ്ജമായി കഴിഞ്ഞു. പക്ഷേ പശ്ചിമ ബംഗാളിലെ SIR പൂർത്തിയായിട്ടില്ല. SIR-ുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളും വിഷയങ്ങളും നിൽക്കുകയാണ്. ഏതാണ്ട് 60 ലക്ഷത്തോളം ആളുകളുടെ കാര്യത്തില് ഇനിയും ഒരു തീർപ്പാകാനുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ 60 ലക്ഷം ജനങ്ങളുടെ കാര്യത്തില് SIR-ന്റെ കാര്യത്തിൽ കൃത്യത വന്നെങ്കിലേ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തോടും തമിഴ്നാടിനോടൊപ്പം ബംഗാളിൽ തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത കുറവാണ്. അത് ചിലപ്പോൾ നീട്ടിവെക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ചിലപ്പോൾ 2-3 മാസത്തേക്കൊക്കെ അത് നീണ്ടുപോകും. എന്ന് പറഞ്ഞാൽ മെയ് മാസം കടന്നു പോകും. മെയ് മാസം കടന്നു പോകാന്ന് പറഞ്ഞാൽ ഭരണഘടനാ പ്രതിസന്ധി വരും അവിടെ. മെയ് 7 വരെ ഉള്ളൂ കാലാവധി. മമതയ്ക്ക് അന്ന് വരെ കാലാവധിയുള്ളൂ. അതിന് മുമ്പായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ രാഷ്ട്രപതി ഭരണമാണ്. രാഷ്ട്രപതിയാണ് പിന്നെ പശ്ചിമ ബംഗാൾ ഭരിക്കേണ്ടത്. ഒരു പക്ഷെങ്കില് രാഷ്ട്രപതി ഭരണത്തിന് നീളാം. അത് ചിലപ്പോൾ 6 മാസം എന്നുള്ളതാണ്, ചിലപ്പോൾ അത് 1 വർഷമോ 2 വർഷം വരെ, കാശ്മീരിലൊക്കെ 2 വർഷം വരെ നീണ്ടുപോയിട്ടുണ്ട്. രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ തന്നെ ഭരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പലതിനെയും കൂട്ടി വായിക്കണം. പലതിനെയും ഒരു പക്ഷെങ്കിൽ മമത ഇത് മനസ്സിലാക്കിയിരുന്നോ എന്നുള്ളത് പോലും നമുക്കിപ്പോ സംശയിക്കേണ്ടതുണ്ട്. രാഷ്ട്രപതി പോലെ ഭരണഘടനാ സ്ഥാനത്തിരുന്ന, ഭരണഘടനയുടെ അങ്ങേയറ്റത്തെ പദവിയിലിരിക്കുന്ന, അതിനപ്പുറത്തൊരു പദവിയില്ലല്ലോ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യയുടെ പരമോന്നത പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർവ്വസൈന്യാധിപതിയാണ്. സർവ്വസൈന്യാധിപതിയും നമ്മുടെ രാജ്യത്തിന്റെ 1ാമത്തെ പൗരയാണ് അവര്, അല്ലേ? അവരെ അപമാനിക്കുക, പ്രധാനമന്ത്രി പറയുന്ന അക്ഷരാർത്ഥത്തിൽ അപമാനിക്കുന്ന ഒരു പണിയാണ് ഇന്നലെ അവിടെ കാണിച്ചത്, സിലിഗുരി ജില്ലയിൽ വെച്ച് കാണിച്ചത്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ച പരിപാടിയാണ്. രാഷ്ട്രപതിയുടെ പരിപാടി എന്ന് പറഞ്ഞതിന്റെ പ്രോട്ടോകോളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുക്കങ്ങളും കാര്യങ്ങളും എല്ലാം ആരംഭിക്കും. സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടാകും. ഗവൺമെന്റിന് കൃത്യമായ മെസ്സേജ് വരും. ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് പോലീസിനും പട്ടാളത്തിനും ഒക്കെ കൃത്യമായ മെസ്സേജ് വരുന്നതാണിത്. അപ്പൊ അങ്ങനെ വന്നൊരു പരിപാടിയില് ഇന്ത്യയുടെ രാഷ്ട്രപതി പശ്ചിമ ബംഗാളിലെ സിലിഗുരി ജില്ലയിൽ വന്നത് അവിടുത്തെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്കുക. അവരുടെ ആ ധിക്കാരം, അവരുടെ ധിക്കാരം എന്നല്ലേ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഒരാള് പോലും ചെന്നില്ല. സിലിഗുരി ജില്ലയിലെ ഇന്ത്യയുടെ പ്രഥമ പൗരയെ സ്വീകരിക്കുന്നതിനായിട്ട് ആരും ചെന്നില്ല. ഒരു മേയറോ SP-യോ മാത്രമാണ് അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു മന്ത്രി വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മന്ത്രി വന്നാൽ ഇതിനെക്കാട്ടിൽ ശക്തമായ പ്രോട്ടോകോൾ സംവിധാനങ്ങൾ അവിടെ നടപ്പാകുന്നതാണ്, ഇല്ലേ? അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി വന്നിറങ്ങുന്ന സ്ഥലത്ത് ഒരു മേയറും ഒരു SP മാത്രമാണ് അവരെ സ്വീകരിക്കാനുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വേദി മാറ്റിക്കളഞ്ഞു. അത് പറഞ്ഞില്ലെന്നാണ്. അതും രാഷ്ട്രപതി ഭവന്റെ കമ്മ്യൂണിക്കേഷന് കൃത്യമായിട്ട് ചെന്നതാണ്. ഇവിടെ വെച്ചാണ് നടക്കുന്നത്. ഗോത്ര വർഗ സമ്മേളനമാണ്, ഒരു അന്തർദേശീയ സമ്മേളനമാണ് നടക്കുന്നത്.
അത് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രപതി ആ സമുദായത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടതാണ്. ഗോത്ര വർഗത്തിൽ നിന്നോ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ മഹതിയാണ് അല്ലെ. അങ്ങനെയുള്ള ഒരാളാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. സാന്താൾ എന്ന് പറയുന്ന ഗോത്രവർഗത്തിൽ നിന്നാണ് അവർ വന്നത്. അത്രയും അവരെയും അങ്ങനെയുള്ള ഒരു സമുദായത്തിലെ ഒരാളിനെ, ആ വർഗത്തിൽപ്പെട്ട ഒരാളിനെ രാഷ്ട്രപതിയാക്കാനുള്ള മനസ്സ് കാണിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു വിശിഷ്ട വ്യക്തിയെ അവിടെ വെച്ച് അപമാനിക്കുക. അവരുടെ ഒരു സമ്മേളനമായിരുന്നു. സാന്താൾ സമുദായത്തിന്റെ അടക്കമുള്ള ഗോത്രവർഗങ്ങളുടെ സമ്മേളനമാണ്. പശ്ചിമ ബംഗാളിലെ ഏറ്റവും വലിയ ഗോത്ര സമൂഹവുമാണത്. അതുകൊണ്ടാണ് ഇതിന്റെ രാഷ്ട്രപതി പറഞ്ഞത് കേട്ടില്ല, വളരെ സങ്കടപ്പെട്ടുകൊണ്ടാണ് അവർ സംസാരിച്ചത്. ഞാനും ബംഗാളിന്റെ മകളാണ്, ഞാനും പശ്ചിമ ബംഗാളിന്റെ മകളാണ്, ഈ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് രാഷ്ട്രപതിയുടെ സംസാരം. വളരെ വേദനാജനകമാണ്. ഒരു ഇന്ത്യയുടെ പരമ സൈന്യാധിപത സംസാരിക്കുക എന്ന് പറഞ്ഞ അത്തരത്തിൽ അവർക്കൊരു സങ്കടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മമത വേദി പോലും മാറ്റി. അവിടെ ആളും കുറവായിരുന്നു. കാരണം വേദിയെ മാറ്റി വിവരം പോലും രാഷ്ട്രപതിയെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നില്ല. രാഷ്ട്രപതിയുടെ ഓഫീസിനെ അറിയിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തൊരു പ്രോട്ടോകോൾ ലംഘനമാണ് അല്ലെ. അവർക്ക് എന്തെങ്കിലും ഇവിടെ വെച്ച് സംഭവിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു തലതിരിഞ്ഞ ഭരണാധികാരി അല്ലെ, ഒരു തലതിരിഞ്ഞ ഭരണം എന്നൊക്കെ നമ്മൾ പറയാൻ അവരുടെ എത്ര ധിക്കാരപരമായ കാര്യങ്ങളാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് അവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇത് അങ്ങനെയാണോ? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയോടൊക്കെ ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്ന് പറയുന്നത്? ഇതിനെയാണ് ശക്തമായിട്ട് ഇന്ന് പ്രധാനമന്ത്രി അതിശക്തമായിട്ട് അപലപിച്ചിരിക്കുന്നത്. പറഞ്ഞില്ല, അഹങ്കാരം എന്നുള്ള ധ്വനിയിൽ തന്നെയാണ് പറഞ്ഞത്. അപമാനിച്ചു കളഞ്ഞു. അത് വെച്ച് പൊറിപ്പിക്കില്ല. നരേന്ദ്രമോദിയുടെ സ്വഭാവമൊക്കെ നമുക്കറിയാമല്ലോ. അതോടൊപ്പം തന്നെ ഇന്ന് അമിത്ഷായുടെ പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അമിത്ഷായുടെ പ്രസ്താവന വന്നിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അവിടുത്തെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ ചീഫ് സെക്രട്ടറിയെ വിളിച്ചിട്ട് ചോദിച്ചിരിക്കുകയാണ്, എക്സ്പ്ലനേഷൻ വേണം, എന്താണ് സംഭവിച്ചു, സിലിഗുരിയിൽ എന്താണ് സംഭവിച്ചത്, ഇന്ത്യയുടെ സർവ്വസൈന്യാധിപതിക്ക് എന്ത് സംഭവിച്ചു, അതിനെക്കുറിച്ച് കൃത്യമായ വിവരം റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പൊ ഇവരെ പിരിച്ചുവിടേണ്ട കാര്യമില്ല. കാരണം ഈ BJP സർക്കാരിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ ഭരണഘടനയുടെ 356 ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല. ഇന്നേ വരെയുള്ള ഒരു ഭരണത്തിനകത്തില് 3ാം ടൈമിൽ ഭരിക്കുമ്പോൾ പോലും അങ്ങനെ പിരിച്ചുവിടുക, ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുക എന്നൊരു നിലപാടിലേക്ക് അവർ പോയിട്ടില്ല. പക്ഷെ സ്വാഭാവികമായ ഒരു പതനത്തിലേക്ക് പോവുകയാണ്. പശ്ചിമ ബംഗാൾ സർക്കാർ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഒരു സൂചനയായിരുന്നു തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് പഴയ IPS ഉദ്യോഗസ്ഥനായ RN രവിയെ പെട്ടെന്ന് ബംഗാളിലേക്ക് മാറ്റിയിരിക്കുക, ഗവർണറായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു കുട്ടിവായിക്കലായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ കർശനക്കാരനായ ഒരു ഉദ്യോഗസ്ഥനാണ് RN രവി എന്ന് പറഞ്ഞാൽ. വളരെ പറഞ്ഞില്ലേ, കുറച്ച് അഗ്രസീവാണ്. വളരെ കാര്യങ്ങൾ ചെയ്യുന്നതിന് കൃത്യതയാണ്. ഇപ്പൊ നമ്മുടെ മലയാളിയായ ആനന്ദ ബോസിനെക്കാട്ടിലിന്റെ ഒരു 10 ഇരട്ടി ശക്തിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഒരു കാര്യത്തിന് ഒരു അങ്ങനെ ഒരു വിട്ടുവീഴ്ച മനോഭാവം അദ്ദേഹത്തിനില്ല. കേന്ദ്ര സർക്കാർ എന്തു പറയുന്നതിന് അതിന്റെ 3 ഇരട്ടി ശക്തിയോടുകൂടി നടപ്പാക്കുന്ന ഒരു ഗവർണറാണ് RN രവി എന്ന് പറയുന്നത്. അപ്പൊ ഈ പോലീസിന്റെ സംവിധാനം ഇപ്പം പശ്ചിമ ബംഗാളിൽ ഇപ്പൊ മെയ് 7 കഴിഞ്ഞാൽ പോലീസ് സംവിധാനം മാറും. മമതയുടെ സർക്കാരിന്റെ പോലീസ് പോകും അല്ലെ, ആഭ്യന്തരം അവർക്ക് നഷ്ടപ്പെടും. എന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസിന്റെ കൺട്രോൾ പോകും. പോലീസിന്റെ ആരിലേക്ക് വരും? അതും കേന്ദ്ര സർക്കാരിലേക്ക് വരും. RN രവി എന്ന് പറയുന്ന ആ ഗവർണർ വലിയ ശക്തനായിട്ട് മാറാൻ പോവുകയാണ്. പട്ടാളവും അദ്ദേഹത്തിന്റെ കൺട്രോളിലേക്ക് വരികയാണ്. അതായത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കേണ്ടത് അവിടുത്തെ ഗവർണർ എന്നുള്ള ശരിയിലേക്ക് വരികയാണ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക, നമ്മള് സംഭവങ്ങളെ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് പശ്ചിമ ബംഗാൾ നടക്കുന്ന സംഭവങ്ങളെ കൂട്ടി വായിച്ചു നോക്കുക. കൃത്യമായൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. എന്തായാലും ഇന്നോ 2 ദിവസിക്കാൻ കൃത്യമായിട്ട് ഉത്തരം വരും. ഇത്തരം കാര്യത്തിന് ഉത്തരം വന്നില്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ മെയ് 7-ാം തീയതി പരമാവധി മെയ് 7 വരെ പശ്ചിമ ബംഗാളില് ഇനി മമതാ സർക്കാരിന് ഭരണമുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഒരുപക്ഷെ ഞാനത് ആദ്യം സൂചിപ്പിച്ച അവർക്കത് അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അവര് പറഞ്ഞില്ലേ, അങ്ങനെ പറന്ന് നടക്കുന്ന പട്ടത്തിന്റെ പുറകിനൊക്കെ എനിക്ക് പോകാനൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അവരിങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ വരുന്നത് പോലെ പശ്ചിമ ബംഗാളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത്, ഒരു മുഖ്യമന്ത്രി പറയുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും അങ്ങനെ പറന്നു നടക്കാനൊക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ പുറകിൽ ഇങ്ങനെ നടക്കാനൊക്കത്തില്ല എന്നുള്ള മട്ടിലുള്ള ധിക്കാര വർത്തമാനമാണ്. അത് അവസാനിപ്പിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ന് റിപ്പോർട്ട് തേടുകയാണ്. വലിയ താമസമല്ല, പിരിച്ചുവിട്ടു എന്നൊരു പേരുദോഷവും വേണ്ട എന്ന് കരുതിയിട്ട് ഒരു പക്ഷെങ്കിൽ മെയ് 7-ാം തീയതി വരെ അവരെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തും എന്ന് മാത്രമേ നമുക്ക് ഇപ്പൊ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.
യെസ്, എന്തായാലും രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം മോശമായ ഭാഷയിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പെരുമാറിയിട്ടുള്ളത്. കൃത്യമായി രാഷ്ട്രപതിയെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതീവ രൂക്ഷമായ ഭാഷയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന രാഷ്ട്രപതിയുടെ ചോദ്യത്തിന് മറുപടിയായി മമതാ ബാനർജി നൽകുകയുമുണ്ടായി. ഇനി ഏത് രീതിയിൽ എന്തൊക്കെ ഭവിഷ്യത്താണ് മമതാ ബാനർജി ഇതിൽ നേരിടാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടതാണ്. സാർ പറഞ്ഞതുപോലെ മൂന്നാം ടേമിലും ഇതുവരെ ഒരു സംസ്ഥാന സർക്കാരിനെയും പിരിച്ചുവിടാത്ത കേന്ദ്ര സർക്കാർ ചെയ്ത നടപടികളെ മമതാ ബാനർജി തിരുത്തി കുറിക്കുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.